ഇന്നൊരു പണിഷ്മെന്റുകളുടെ ദിവസമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഒരു 100 പോയിന്റ് അവരുടെ വെട്ടിക്കുറച്ചു വീക്കെൻഡ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ. എന്നിട്ട് അഭിഷേക് ശ്രീകുമാർ, സായി ഇവരെ രണ്ടുപേരെ എണീപ്പിച്ച് നിർത്തി ഒരു ഗ്രില്ലിംഗ് സെഷൻ ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരെയും പിടിച്ച് ഡയറക്ട് നോമിനേഷനിലേക്ക് ഇട്ടു. അഭിഷേകിന് 2 ആഴ്ചയാണ് ഡയറക്ട് നോമിനേഷൻ ശിക്ഷ കൊടുത്തത്. പവർ ടീം അധികാരം റദ്ദാക്കി അഭിഷേകിന്റെ. അത് ഫെയർ ആയിട്ടുള്ള ഒരു ശിക്ഷ തന്നെയാണ് അഭിഷേകിന് കൊടുത്തത്. അഭിഷേക് ചെയ്ത തെറ്റിന് ഉള്ള ഒരു ശിക്ഷ തന്നെയാണ് കൊടുത്തത്. സായിക്ക് കൊടുത്തത് ഇത്തിരി കുറഞ്ഞു പോയി എന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, പുറത്തെ കാര്യം പറഞ്ഞതാണ്. അപ്പൊ ഇത്തിരി കുറഞ്ഞാലും വലിയ സീനൊന്നുമില്ല. ചെറിയ തെറ്റിന്റെ മാഗ്നിറ്റ്യൂഡാണ്, അത് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഒരാഴ്ചയാണ് സായിക്ക് ഡയറക്ട് നോമിനേഷൻ കൊടുത്തത്. പിന്നെ ഇതേപോലെ തന്നെ ലാലേട്ടൻ അഡ്രസ്സ് ചെയ്ത മറ്റൊരു വിഷയമാണ് സായി പറഞ്ഞതിന്റെ വാലിൽ പിടിച്ച് ജാസ്മിൻ മാനസികമായി തളർന്നു പോയത്. അത് സായിയുടെ ഗെയിമാണെന്ന് സായി തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് അയാൾ പറഞ്ഞത് കേട്ട് വിഷമിക്കുന്നതും തളരുന്നതും എന്ന് ലാലേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ജാസ്മിന്. ആ സമയത്താണ് ജാസ്മിന്റെ തലയിൽ ഇച്ചിരി ഇത് കയറുന്നത്, എന്താ പറയുക, ബുദ്ധി കയറുന്നത്. അതേപോലെ ലാലേട്ടൻ എടുത്തു ചോദിച്ച മറ്റൊരു കാര്യമാണ് പവർ ടീമിന്റെ കാര്യം, അവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നത്. അപ്പൊ നോറ പറയുന്നു കൊള്ളില്ലായിരുന്നു എന്ന്, സ്വാഭാവികം. പക്ഷെ സായി ഉടനെ എണീറ്റിട്ട് നല്ലതായിരുന്നു എന്ന്. സായിയുടെ ഗെയിം എന്താണ്, എവിടേക്കൊക്കെയാണ് പോകുന്നത് എന്ന് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഔട്ട് ആവാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും വന്ന് കയറിയപ്പോഴേ ലാലേട്ടൻ പൊളിച്ചടുക്കുവാണ് എല്ലാരെയും വീക്കെൻഡ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും